വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിനോട് ഓഫീസ് ഒഴിയണമെന്ന R ശ്രീലേഖയുടെ അന്ത്യശാസനം. സാറാ എന്റെ ആരെങ്കിലും ആണോ? എന്റെ ഫ്രണ്ടാ. അവനാ ഈ നിലവാരത്തിലുള്ള വൃത്തിയായിട്ട് ഉപമങ്ങളൊക്കെ പറയാറ്. ശാസ്തമംഗലത്തെ MLA ഓഫീസ് ഒഴിയണമെന്നാണ് നിർദ്ദേശം. കോർപ്പറേഷൻ കെട്ടിടത്തിനാണ് MLA ഓഫീസ് പ്രവർത്തിക്കുന്നത്. MLA ഓഫീസ് തനിക്ക് വേണമെന്നാണ് ശ്രീലേഖയുടെ ആവശ്യം. എനിക്കിന്ന് മൃദുല വികാരങ്ങളില്ല, മനുഷ്യത്വം തീരെയില്ല. കുറ്റവാളികളെ കടിച്ചു കീറാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സിംഹമാണ് ഞാനിന്ന്. അതിനപ്പുറത്തേക്കുള്ള എന്ത് ജോലിയാണ് ഒരു വാർഡ് കൗൺസിലർ ആയിരിക്കുന്ന ആൾക്ക് ഈ മേയറാവാത്തതിന്റെ നിരാശ ഈ നിലയിലൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ ഒരു കൗൺസിലറായി ജയിച്ച ഒരാള് എനിക്ക് ഈ സൗകര്യം പോരാ എന്ന് പറഞ്ഞ് MLA മാറാൻ പറഞ്ഞാൽ അത് മര്യാദകേടല്ലേ, ശുദ്ധ മര്യാദകേടല്ലേ അവർ കാണിക്കുന്നത്? നടക്കില്ല. അതിന്റെ പേരിൽ ചത്തൊടുങ്ങേണ്ടി വന്നാലും നടത്തിക്കില്ല സെൽവം. അപ്പൊ അത് അങ്ങനെ ഒരു തിട്ടൂരം അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. 1 മൈൽ ചുറ്റളവിൽ നീലാണ്ടനെ അടുപ്പിക്കില്ല എന്ന ശേഖരന്റെ ഓർഡർ വന്ന ചതയ്ക്കില്ലേ കുട്ടികള്, നല്ല ഇഞ്ച ചതയ്ക്കണ പോലെ. ഇനി നിയമപരമായിട്ടുള്ള എല്ലാ പോരാട്ടവും ഞങ്ങൾ നടത്തും. ഈ ഓഫീസ് ഞങ്ങൾക്ക് മാർച്ച് മാസം 31-ാം തീയതി വരെ നിയമപരമായിട്ടുള്ള കാലാവധിയുണ്ട്. വാടക കരാർ അവസാനിക്കാതെ മാറില്ലെന്ന് VK പ്രശാന്ത്. ഒരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി, അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ആ കാലാവധി കഴിഞ്ഞും പുതുക്കുന്നതിന് ഞങ്ങൾ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോർപ്പറേഷൻ ഒഴിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾ അതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. നീ അതുകൊണ്ട് കയറിറങ്ങി അധികം വെയിലുള്ള നിൽക്കണ്ട, പോവാൻ നോക്ക്. അല്ല, ഞാൻ ചോദിക്കട്ടെ, MLA-ക്കാട്ടി മുകളിലാണോ ഒരു വാർഡ് കൗൺസിലർ? ഇങ്ങനെയുള്ള സില്ലി ചോദ്യങ്ങൾക്ക് അവസരം കൊടുക്കരുതെന്നുള്ളതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. മാധവൻകുട്ടി, ആളെ മനസ്സിലാക്കാതെ കാണുന്നവരൊക്കെ കയറി സ്നേഹിക്കുന്ന സ്വഭാവം ഇനിയെങ്കിലും നിർത്ത്. കാരണം ഒരു നിയോജക മണ്ഡലം, ഈ തിരുവനന്തപുരം നഗരസഭയിലെ 26 കോർപ്പറേഷൻ വാർഡുകളെ പ്രതിദാനം ചെയ്യുന്ന നിയമസഭാ പ്രതിനിധിയാണ് MLA. എന്തൊരു ഗതികേടാണ് ഈ ദ്രോഹം, ഒരിക്കലും സമ്മതിക്കാൻ ഒക്കില്ല. ഒരു ചെറിയ വാർഡിന്റെ പ്രതിനിധിയായിരിക്കുന്ന അവര് ഇന്നലെ വന്ന് അവര് മുൻ മേയറായിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ MLA ആയിരിക്കുന്ന ഒരാളെ ഈ നിലയിൽ അവഹേളിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നത് ശരിയാണോ? ചോറുകൾ പലതരം: നെയ്ച്ചോറ്, പാൽച്ചോറ്, ചക്കരച്ചോറ്, വെറും ചോറ്, ഉണക്കച്ചോറ്. ഇതാണ് സാക്ഷാൽ കൊലച്ചോറ്. മേയർ സ്ഥാനാർത്ഥിത്വത്തിൽ സജീവ പേരായിരുന്നു R ശ്രീലേഖ എന്നുള്ളത്. പക്ഷേ നിലവിലിപ്പോൾ മേയർ സ്ഥാനത്തിന് പകരം വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിത്വം നൽകാം എന്നൊരു ധാരണയിലേക്കാണ് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊന്നും അനുവദിച്ചു കൊടുക്കരുത്. തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ BJP പിടിച്ചതിന് പിന്നാലെ ആദ്യ പണിയായി മുൻ മേയർക്ക് തന്നെ ഓഫീസ് ഒഴിയണമെന്ന് ഇപ്പോൾ ഒരു കൗൺസിലർ ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒഴിയില്ല എന്ന MLA-യും നിലപാടെടുത്തിരിക്കുന്നു. അതുപോലെ അവർ പറയുന്നത് അവരുടെ അലമാരി എല്ലാം വെച്ചേക്കുന്നത് ടോയ്ലറ്റിന്റെ അകത്താണെന്നുള്ളത്. ഇപ്പൊ ഞങ്ങളും പോയി കണ്ടു, ടോയ്ലറ്റിന്റെ അകത്ത്. അപ്പൊ അത്രയും പോലും സ്ഥലപരിധി ഇല്ലെന്നാണ് മുൻ കൗൺസിലർ ഉൾപ്പെടെ പറയുന്നത്. അല്ല, അവര് അലമാര കൊണ്ട് ഒന്ന് ടോയ്ലറ്റ് വെച്ച് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അയ്യോ, കഷ്ടമായി പോയി. എനിക്ക് അതിലെന്തെങ്കിലും പരിഹാരം, അലമാര വേണമെങ്കിൽ എന്റെ ആളിനെ വെച്ചിട്ട് ഞാൻ മാറ്റി വെച്ച് കൊടുക്കാം. നീ ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.